ഈ ആഴ്ച ഈ സീസണ് ചേഞ്ച് വരും. എന്താ, ഏത് സീസണെന്നോ? അത് തന്നെ നിന്നെ ഒത്തിരി കരയിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, എന്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ ദയക്കായി കൈനീട്ടി നിൽക്കുമാറാക്കുന്ന ഒരു സീസൺ ഉണ്ടല്ലോ. കുറേ നാളുകളായി അനുഭവിക്കുന്ന, കുറേ നാളുകളായി അയ്യോ ഇതെന്തൊരു ജീവിതം, ഇങ്ങനെയും ജീവിക്കേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ എന്ന് നിന്നെ ചിന്തിപ്പിച്ച് കരയിപ്പിച്ച ആ സീസണ് ഈ ആഴ്ച ചേഞ്ച് വരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അർത്ഥാൽ ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ, അറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും ആ സന്തോഷം നിലനിൽക്കുവാനും പിന്നെയും അവിധത്തിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുവാനുമായി അവസരം നൽകിയ നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. തുടർന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം അവിധത്തിൽ തന്നെ നിങ്ങളുടെ മാറ്റങ്ങളുടെ, അതെ, കണ്ണുനീർ, നിരാശ, വേദന, ഈ തുടർമാനമായി അനുഭവിച്ചു കൊണ്ടായിരിക്കുന്ന അവസ്ഥകളുടെ മാറ്റത്തിൻ്റെതായി മാറുവാൻ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ കാര്യം മറച്ചു വയ്ക്കാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് തന്നെ, ഈ സീസൺ മാറും, ഒരിക്കലും മാറത്തില്ല. ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ഇല്ല പ്രിയ ബ്രദർ, സിസ്റ്റർ, പ്രിയ മാതാവേ, പിതാവേ, മക്കളെ, ഈ സീസൺ മാറും. നീയൊരു രോഗിയാണെന്ന്, അല്ല, ഈ രോഗത്തിൽ തന്നെ അവസാനിച്ചു പോകുന്നവനാണെന്ന് ഒപ്പമുള്ളവർ അറിഞ്ഞ, ഒപ്പമുള്ളവർ പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയ. കാരണം എന്താ? നിന്നിൽ ഇനി പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല, ഈ രോഗത്തോടെ നീ അവസാനിച്ചു പോകും, അല്ലേ? അവരത് പറഞ്ഞില്ലേ? കുറേ കാലമൊക്കെ എതിർത്ത് നിന്നു. അല്ല, ഞാൻ തിരിച്ചു വരും, എൻ്റെ അസുഖം മാറും, ഇനിയും പഴയതുപോലെ ഞാൻ ജീവിക്കും, എനിക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുവാനുള്ള പലതും ചെയ്യും. നീ കരയുക ബ്രദർ, ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യുവാനുണ്ട്. മക്കളുടെ കാര്യം, സ്വന്തം കാര്യം, അതേ, നല്ലൊരു സമയം പാഴാക്കി കളഞ്ഞതിനെക്കുറിച്ചുള്ള കുറ്റബോധമുണ്ട്, വേദനയുണ്ട്. ഇനി വേണം വാർദ്ധക്യത്തിലേക്ക്, ആ മോശം കാലത്തേക്ക് എന്തെങ്കിലും ചേർത്ത് വയ്ക്കുവാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, അല്ലേ? ഓർക്കുമ്പോൾ തന്നെ സങ്കടമാണ്. അയ്യോ, എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ ഭാര്യയുടെ ഗതി, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യം. അതെ, ആ സീസൺ ഇന്ന്, ഈ ആഴ്ച അതിനൊരവസാനം ഉണ്ടാകുവാൻ പോകുന്നു. ഇനിയും രോഗിയായി നീ കരയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതെ, ആ സീസൺ, കൈകെട്ടി തലകുനിച്ച് നിൽക്കുന്ന ആ സീസൺ, ചിലരുടെയൊക്കെ മനസ്സലിവുണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് ജീവിക്കുവാൻ കഴിയൂ എന്ന് നീ ഉറപ്പിച്ച ആ സീസൺ, അതേ സഹോദരി, അവർ വിചാരിച്ചാൽ മാത്രമേ, അവരുടെ ദയാദാക്ഷിണ്യത്തിൽ മാത്രമേ ഇനി ഈ ഭവനത്തിൽ തുടരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവരുടെ ആ ആട്ടും തുപ്പും സഹിച്ച്, അവർ പറയുന്ന കഠിന വാക്കുകൾ കേട്ട്, ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്ത്, അവർക്കൊപ്പം പറയുവാൻ പാടില്ലാത്തത് മനസ്സില്ലാതെ പറഞ്ഞ്, അതേ, ആ സീസണ് എൻ്റെ യേശു അറുതി വരുത്തുവാൻ പോകുക. ആരുടെയോ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന ആ സീസണ്, അത് തന്നെ സഹോദരി പ്രാർത്ഥിക്ക്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ സീസണ് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് മറ്റുള്ളവർക്ക് നിന്നെക്കുറിച്ച് പറയുവാൻ നല്ലത് മാത്രമേ ഉള്ളൂ. നീ അവിടെ എത്തി, രക്ഷപ്പെട്ടു, അയ്യോ അവിടെയാണ് അവന് ജോലി, ആ രാജ്യത്ത് അവൻ കുടുംബമായി ആയിരിക്കുന്നു, അവൻ്റെ ഭാര്യ അവിടെയുണ്ട്, മക്കൾ അവിടെയുണ്ട്, പിന്നെ എന്ത് വേണം? പക്ഷേ നീ കടന്നു പോകുന്ന നരകതുല്യമായ അവസ്ഥ, ഒത്തിരി പേരുടെ ദയാദാക്ഷിണ്യത്താൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, കുടുംബത്തിന് കൈത്താങ്ങായി തീരാമെന്ന് കരുതി നീ ഭാര്യയുടെ ആശ്രയത്വത്തിലായിരിക്കുന്നു. അതൊരു മോശം കാര്യമല്ല, ഭാര്യ സഹായിക്കുന്നതും കൈത്താങ്ങുന്നതും. പക്ഷേ അതേ തുടർന്ന് പലരിൽ നിന്നും കേൾക്കുന്ന വാക്കുകൾ നിന്നെ മുറിപ്പെടുത്തുന്നുണ്ട്. കേൾക്ക്, നിൻ്റെ ഭാര്യയ്ക്കൊപ്പം വരുമാനമുള്ളവനായി നീ മാറുവാൻ പോകുക. സിസ്റ്റർ, നിൻ്റെ ഭർത്താവിനൊപ്പം വരുമാനമുള്ളവളായി അവിടെ പോയിട്ടും വീട്ടിനകത്ത് അടുക്കളയിൽ തളച്ചിടപ്പെടുവാൻ നോ. അങ്ങനെ ഒരു സീസണ് ഇന്ന് ഈ ആഴ്ച അറുതി വരുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രിയ മാതാവേ, ആ പരാജയത്തിൻ്റെ സീസൺ, നിൻ്റെ തലമുറകൾ കടന്നു പോകുന്ന ആ പരാജയത്തിൻ്റെ സീസണ് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. എത്ര ശ്രമിച്ചിട്ടും പ്രിയ പാസ്റ്റർ, എത്ര ശ്രമിച്ചിട്ടും എൻ്റെ പിള്ളേർക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല.
പലരുടെയും കീഴിലായി പോകുന്ന, പലർക്കും പിന്നിലായി പോകുന്ന അവസ്ഥ. അവർക്കൊരു മുന്നേറ്റമില്ല, അവർക്കൊരു എഴുന്നേൽപ്പില്ല, ഒന്നും ആകുവാൻ കഴിയുന്നില്ല. അതെ, അവരുടെ ആ പഠന സമയം മുതൽ ഞാനത് തിരിച്ചറിയുന്നതാ. എന്തൊരു കഷ്ടമാണ്. അവരെത്ര പഠിച്ചാലും നല്ല റിസൾട്ടില്ല. എത്ര തന്നെ പ്രിപ്പയർ ചെയ്താലും ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ തലകുനിഞ്ഞ് ഇറങ്ങി വരേണ്ടി വരുന്നു. അവർ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അവർക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. പലയിടങ്ങളിൽ കഷ്ടപ്പെട്ട് അവരെത്തിപ്പെട്ടു എങ്കിലും അവിടെ ഒന്നും അവർ ആഗ്രഹിക്കുന്നത് പോലെ പ്രാപിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഏറ്റവും അനുഗ്രഹമായിരിക്കുന്ന സ്ഥാനങ്ങൾ പോലും അവർ ചെന്നെത്തുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ സങ്കടം. ആ രാജ്യത്ത് നിൻ്റെ മക്കൾ എത്തുന്നത് വരെ ആ രാജ്യത്ത് കടന്നുപോയവരെക്കുറിച്ച്, ആ രാജ്യത്തുള്ള തൊഴിലവസരങ്ങളെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമേ കേൾക്കുവാനുള്ളൂ. പക്ഷെ നിൻ്റെ തലമുറ കടന്നുപോയി ആ കേട്ടുകൊണ്ടിരുന്ന വാർത്തകളൊക്കെ ചേഞ്ചായി. ഇപ്പോൾ അവിടെ മോശം മാത്രമേ കേൾക്കുവാനുള്ളൂ. പാവി ചെന്നിടം പാതാളം എന്ന് പറയുന്നത് പോലെ നിൻ്റെ മക്കൾ എവിടെ ചെന്നെത്തുന്നുവോ അവിടുത്തെ സാഹചര്യം മുഴുവൻ മാറുന്നു. അവിടെ എത്തുമ്പോൾ അവർ രക്ഷപ്പെടുമെന്ന് കരുതി, പക്ഷേ വലിയ നിരാശയിൽ അവരായിരിക്കുന്നു. കേൾക്ക്, ആ സീസൺ ചേഞ്ച് ആകുവാൻ പോകുക. തൊഴിലന്വേഷകനായി നിൻ്റെ തലമുറകൾ നിൻ്റെ കണ്ണെത്താത്ത ദേശത്ത് അലയുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ സീസണ് എൻ്റെ ദൈവം ചേഞ്ച് വരുത്തുവാൻ പോകുന്നു. ശുശ്രൂഷക, ഇനിയും മറ്റുള്ളവരുടെ ദയയ്ക്കായി, ആമേൻ. പേര് ദൈവവേല എന്ന, കർത്താവിൻ്റെ വേല ചെയ്യുന്നു എന്ന പേര്. പക്ഷേ ആരുടെയൊക്കെയോ വേല ചെയ്ത് ജീവിക്കേണ്ട ഒരു ഗതികേട് നിനക്കതറിയാം. പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, വേണ്ട, ഇനി കർത്താവിൻ്റെ വേല വേണ്ട, എനിക്ക് ഈ വേല പറ്റത്തില്ല. കേൾക്ക്, ഈ ദിവസങ്ങളൊരു ചേഞ്ച് ഉണ്ടാകുവാൻ പോകുന്നു. നീ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ പോകുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നീ ഇതുവരെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞു, പക്ഷേ സംഘടനയുടെ വേല ചെയ്തു, മനുഷ്യരുടെ വേല ചെയ്തു, നിനക്ക് മുൻപേയുള്ള നീ പ്രതീക്ഷ അർപ്പിച്ച ചില വ്യക്തികളുടെ വേല ചെയ്തു. നോ, ഇനി നീ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. യെസ്, ആമേൻ. ചേഞ്ച് ആകുവാൻ പോകുക. ആ സീസൺ, നീ ഒറ്റയ്ക്കായി പോയ ആ സീസൺ, തനിച്ച് കരയുന്ന ആ സീസൺ, നിന്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കുവാൻ, നിനക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ, നിന്റെ പ്രിയപ്പെട്ടവൾ ഇല്ലാതായി പോകുന്ന സീസൺ, ആ സീസണ് എൻ്റെ കർത്താവ് ചേഞ്ച് വരുത്തുവാൻ പോകുക. ഒറ്റപ്പെടലിൻ്റെ സീസണ്. പ്രിയ സിസ്റ്റർ, നിന്റെ ഭർത്താവിനൊപ്പം നീ സന്തോഷത്തോടെ ഒരുമിച്ച് പാർക്കുവാൻ പോകുക. ഒറ്റപ്പെടലിൻ്റെ സീസണ്, മാറ്റി നിർത്തപ്പെടലിൻ്റെ സീസണ്. പ്രിയ ബ്രദർ, എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ആ ബിസിനസ്സിൽ, നീ പ്രതീക്ഷയോടെ ആരംഭിച്ച ആ ബിസിനസ്സിൽ ഒരു നല്ല കാലം വരുമെന്ന്. യെസ്, ആമേൻ. നിൻ്റെ കുടുംബത്തിൻ്റെ ഇന്നായിരിക്കുന്ന ആ ഒരു അവസ്ഥ മാറുമെന്ന്, കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം നിൻ്റെ മക്കൾക്ക്, നിൻ്റെ ഭാര്യയ്ക്ക്, നിൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എന്തിന് നിനക്ക് തന്നെ ഉണ്ടാകുമെന്ന് കരുതിയ ആ ബിസിനസ് ഇന്നവിടെ നീ ഒറ്റയ്ക്ക് കിടന്ന് തുഴയുക. അയ്യോ, എത്ര നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെന്ന് അറിയത്തില്ല. കടം വാങ്ങി അതിനെ ഒന്ന് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ആ സീസണ് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതിയോ? പതിവ് പോലെ പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം എവിടെ? അതെ, ആ വചനത്തിലേക്ക് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പമെന്നാട്ടെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 49-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ദാനിയേലിൻ്റെ അപേക്ഷ പ്രകാരം രാജാവ് ശദ്രകിനെയും മേശകിനെയും അബേദ്നെഗോവെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകരാക്കി ദാനിയേലോ രാജാവിൻ്റെ കോവിലകത്ത് പാർത്തു. ആമേൻ. ഒരു സ്ഥാനം, ഒരു ചേഞ്ച്. സ്തോത്രം. ദീർഘനാളുകളായി ചില വ്യക്തികൾ, ഇവിടെ 3 വ്യക്തികൾ, ശദ്രക്, മേശക്, അബേദ്നെഗോ, അവർ ആയിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. അവർ ആയിരുന്ന ഒരു സീസൺ എന്തായിരുന്നു? അവർ ആയിരുന്ന ആ സീസണിൻ്റെ പ്രത്യേകത, അവർ അടിമകളായിരുന്ന സീസൺ. ബാബേൽ സംസ്ഥാനത്ത് നെബൂഖദ്നേസർ രാജാവിൻ്റെ കിങ്കരന്മാരുടെ ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഇസ്രായേലിൽ നിന്ന് പിടിക്കപ്പെട്ട അടിമകളായിരുന്നു. അടിമകളായി ജീവിച്ചിരുന്നവർ. അതേ, അടിമകളാണ്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, കൈകെട്ടി തലകുനിച്ച് പലരുടെയും ദയാദാക്ഷിണ്യത്തിനായി കേഴുന്ന അവസ്ഥ. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ആമേൻ. ആ സീസണ് ചേഞ്ച് വന്നു. ഓ, സ്തോത്രം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, എങ്ങനെയാണ് ആ സീസൺ ഒരു ചേഞ്ച് വന്നത്? നിങ്ങൾ 2-ാം അധ്യായം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം ഈ മെസ്സേജിന് ശേഷം വായിച്ചു നോക്കുക.
അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഒരു അനുഭവത്തിലൂടെ, അഥവാ തീച്ചൂളയുടെ മുമ്പിൽ ഈ പറഞ്ഞ 3 പേർ ശദ്രക് മേശക് അബേദ്നെഗോവ് സീസൺ ചേഞ്ചായി കിട്ടിയവർ ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയും, പാസ്റ്റർ ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതേ, അവിധത്തിൽ ഞങ്ങളും ആയിരിക്കുന്നു. അതേ, ആ സീസൺ ചേഞ്ച് ആകുവാൻ കാരണം അവർ മറ്റാരും എത്തപ്പെടാത്ത, അല്ലെങ്കിൽ ആരും എത്തി തിരിച്ചു വരാത്ത പ്രതിസന്ധിയുടെ വെല്ലുവിളിയുടെ തീച്ചൂളയിലൂടെ കടന്നു വന്നു. ആമേൻ. ഒത്തിരി പേർ വീണുപോയ തീച്ചൂള, ഒത്തിരി പേർ തകർന്നുപോയ, ഒത്തിരി കുടുംബങ്ങൾ തകർന്നുപോയ, ഒത്തിരി വ്യക്തികൾ നശിച്ചുപോയ, കടക്കാരായി തീർന്ന, ആത്മഹത്യ ചെയ്ത, രോഗമുഖാന്തരം മരിച്ചുപോയ, പരാജയപ്പെട്ട് എല്ലാ നല്ല സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങി ഒന്നുമില്ലാത്തതായി തീർന്ന ചില തീച്ചൂളകൾ നിങ്ങൾക്ക് മുമ്പിലുണ്ടോ? കേൾക്ക്, അവിടെ നിങ്ങൾ തകർന്നു പോകത്തില്ല. അവിടെ നിന്ന് സീസൺ ചേഞ്ച് ആകുന്ന ദൈവപ്രവൃത്തി നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു. അടിമകളായിരുന്ന സീസണ്, മറ്റുള്ളവർക്ക് നിങ്ങളെ ബന്ധിക്കുവാൻ കഴിയുന്ന സീസണ് അറുതി വരുവാൻ പോകുന്നു. പലരുടെയും ഇഷ്ടത്തിനൊത്ത്, അതുതന്നെ സഹോദരി, പലരുടെയും താളത്തിനൊത്ത് തുള്ളുന്ന ആ സീസണ് അറുതി വരുവാൻ പോകുന്നു. മോളെ, അതാ നിൻ്റെ അവസ്ഥ. കീ കൊടുത്തു വിടുന്ന ആ കുരങ്ങ് പ്രതിമ പോലെ കീ കൊടുത്തു വിടുമ്പോൾ അതിങ്ങനെ തുള്ളിക്കളിക്കും. സ്തോത്രം. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകുക. നീ കരയുക. പലപ്പോഴും നീ ചിന്തിക്കുന്നുണ്ട്, ഇതിന് ഭേദം ആത്മഹത്യ. നോ, സീസൺ മാറുക. പലരും ഇട്ട് കളിപ്പിക്കുന്ന ആ അവസ്ഥ മാറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിനക്ക് പേരുണ്ടാകുന്ന, പെരുമയുണ്ടാകുന്ന, നിന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകുന്ന ഒരു സീസൺ എൻ്റെ ദൈവം ഈ ആഴ്ച നിനക്ക് മുമ്പിൽ തുറക്കുവാൻ പോകുക. അതിന് തക്കവണ്ണം നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് പുറത്തു വരും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. പലരുടെ കയ്യിലെ കളിപ്പാവയായി തീർന്നിരിക്കുന്ന സീസൺ. ആമേൻ. അടിമകൾക്ക് ചോദിക്കുവാൻ ആരുമില്ല, അടിമകൾക്ക് അവകാശങ്ങളൊന്നുമില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഒരു കൊട്ട്, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കൊട്ട്. അതാ അവസ്ഥ. ആർക്കും എന്തും പറയാം, അതല്ലേ ബ്രദർ? ആർക്കും എന്തും പറയാം. എപ്പം തൊട്ടാ തുടങ്ങിയത്? മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്നത് മുതൽ. അതുവരെ കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മക്കളെ, അതല്ലേ ആ പരാജയം കടന്നു വന്നത് മുതൽ ആർക്കും അങ്ങോട്ട് പോകുമ്പോൾ ഒരു കൊട്ട്, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കൊട്ട്. ഇപ്പോൾ ചിലതൊന്നും പണ്ടൊക്കെ വിഷമമായിരുന്നു, ഇപ്പോൾ അതൊക്കെ ഒരു ശീലമായി പാസ്റ്റർ എന്നാണോ? നോ, ആ സീസൺ ചേഞ്ച് ആകുവാൻ പോകുക. ആമേൻ. അങ്ങനെ മറ്റുള്ളവരുടെ കുത്തുവാക്കും പരിഹാസ വാക്കുകളും കേട്ട് സ്വയം ഉരുകിത്തീരുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തേയില്ല. സീസൺ ചേഞ്ച് ആകുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങ്. ആ സീസൺ ചേഞ്ച് വരുവാൻ പോകുക. ഇനിയും അങ്ങനെ തലകുനിച്ച്, ഇനിയും അങ്ങനെ കുത്തുവാക്കും പരിഹാസവാക്കും കുറ്റപ്പെടുത്തലും കേട്ട് നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദര, അവിടെ നിനക്ക് വേണ്ടി പുതുവഴി തുറക്കപ്പെടുക. ആ രാജ്യത്ത് സഹോദരി പ്രാർത്ഥിക്ക്. സ്തോത്രം. ആ വിശാലത വെളിപ്പെടുക. ഞെരുക്കത്തിൻ്റെ, ഇല്ലായ്മയുടെ അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സഹോദരി, ഇനിയും അങ്ങനെ ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടലും സഹിച്ച്, അതെ, എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ എല്ലാം നിൻ്റെ നേരെയാണ്. ആമേൻ. അവന് ഒഴിവാക്കി, അതിൻ്റെ സങ്കടമാണ്. ഇപ്പോൾ മറ്റുള്ളവരെല്ലാം കുറ്റം പറയുന്നുണ്ട്, എല്ലാം നിൻ്റെ തലമേൽ. മദ്യപിക്കുന്ന അവന് കുഴപ്പമില്ല, ലോകപ്രകാരം നടക്കുന്ന അവന് കുഴപ്പമില്ല, ചെയ്യാത്തത് ചെയ്യുന്ന, പോകുവാൻ പാടില്ലാത്ത വഴിയിൽ പോകുന്ന അവന് കുഴപ്പമില്ല, നിനക്ക് മാത്രമാണ് കുഴപ്പം. വീട്ടിനകത്ത് ഒരടിമയെ പോലെ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് അവന് വേണ്ടപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിച്ച നിനക്ക് മാത്രമാണ് പ്രശ്നം. അയ്യോ, ഇതെന്തൊരു നരക ജീവിതം, നശിച്ച ജീവിതം. ആ സീസണ് എൻ്റെ കർത്താവ് ചേഞ്ച് വരുത്തുവാൻ പോകുക. നോക്കൂ, ആ അടിമത്വത്തിൽ നിന്ന് അവരെത്തിച്ചേരുന്നത്, ആമേൻ, ബാബേൽ സംസ്ഥാനങ്ങളിലെ കാര്യാദികൾക്ക് മേൽ വിചാരകനായി. അർത്ഥം, അവിടെ ചില കാര്യങ്ങൾക്ക് മേൽ വിചാരകത്വം വഹിക്കുന്ന, അഥവാ പിന്നെ ബാബേൽ സംസ്ഥാനത്ത് ഇവരുടെ കീഴിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ചിലതൊക്കെ നടക്കുന്നത് ഇനി നിൻ്റെ കീഴിലാണ്, അഥവാ നിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് അവിടെ ചിലതൊക്കെ നടക്കുവാൻ പോകുന്നു. ബ്രദർ, ആ തൊഴിലിടത്തിൽ, സിസ്റ്റർ, അവിടെ നിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മുൻപോട്ട് പോകുവാൻ പോകുന്നു. അതിന് തക്കവണ്ണമുള്ള ജോലി തന്ന് കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. അതിന് തക്കവണ്ണം നിൻ്റെ ബിസിനസ്സിനൊരു ഗ്രോത്ത് കർത്താവ് തരുവാൻ പോകുക. അതിന് തക്കവണ്ണമുള്ള തൊഴിൽ തന്ന് നിൻ്റെ ഭവനത്തിലെ കാര്യങ്ങൾ നിൻ്റെ തീരുമാനത്തിനനുസരിച്ച് നടക്കുവാൻ തക്കവണ്ണമുള്ള, നീ പറയുന്നതിനനുസരിച്ച് നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുവാൻ തക്ക വിധത്തിലുള്ള
തൊഴിൽ എൻ്റെ കർത്താവ് തരുവാൻ പോകുക, വരുമാന വഴികളെ എൻ്റെ കർത്താവ് തുറന്ന് തരുവാൻ പോകുക, അവിധത്തിലുള്ള പോസ്റ്റ്, അവിധത്തിലുള്ള പൊസിഷൻ, അവിധത്തിലുള്ള സ്ഥാനങ്ങൾ എൻ്റെ കർത്താവ് നിനക്ക് തന്ന് നിന്നെ മാനിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും. ഓ മേൻ, സ്തോത്രം. ആ തീച്ചൂളയിൽ ഒടുങ്ങി പോകേണ്ടവരാ, അതായത് അടിമകളായി തന്നെ ഒടുങ്ങി പോകേണ്ടവരാ. പക്ഷെ ആ സീസണെ ദൈവം ചേഞ്ച് ചെയ്തു. പലരും പറയുന്നുണ്ട്, നീ ഈ അവസ്ഥയിൽ തന്നെ ഒടുങ്ങിപ്പോകും, ഇങ്ങനെ തന്നെ നിൻ്റെ മകൾ അവിടെ കിടന്ന് നരകിച്ച്. അയ്യോ മാതാവ് കേൾക്ക്, സീസൺ ചേഞ്ച് ആകുക. ഓ അമ്മേൻ, സ്തോത്ര. എൻ്റെ മകൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകും. 4 ദിവസം ഇവിടെ, 2 ദിവസം ഭാര്യയുടെ വീട്ടിൽ, അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അറിയത്തില്ല. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അവൻ്റെ കുടുംബജീവിതത്തിനകത്തുള്ള എല്ലാ ക്ഷുദ്രതകളെയും ദൈവം പരിഹരിക്കുവാൻ പോകുക. ചില ക്ഷുദ്രജീവികളെ അവൻ്റെ കുടുംബത്തിനകത്ത് നിന്ന് കർത്താവ് പുറത്താക്കുവാൻ പോകുക, നിൻ്റെ തലമുറയുടെ കുടുംബത്തിനകത്ത് നിന്ന്. യെസ്, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിൻ്റെ മകളുടെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന, അവളുടെ കുടുംബജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന ചില ക്ഷുദ്രജീവികളെ എൻ്റെ കർത്താവ് പുറത്താക്കുവാൻ പോകുക. ആ ക്ഷുദ്രജീവികളുടെ ആക്രമണത്താൽ കരയുന്ന ആ സീസണ്, ബാധിക്കപ്പെടുന്ന ആ സീസണ് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. നിൻ്റെ തലമുറകളുടെ തീരുമാനത്തിനനുസരിച്ച്, ഓ അമ്മേൻ, ഇതുവരെ പലരുടെയും തീരുമാനത്തിനനുസരിച്ചു, പലരുടെയും ഇഷ്ടത്തിനനുസരിച്ച്, പലരുടെയും താല്പര്യത്തിനനുസരിച്ച് അവരുടെ ജീവിതം മുൻപോട്ട് പോയി. ബാബേലിൽ അങ്ങനെയാണ്. ആമേൻ. രാജാവിൻ്റെ കാര്യവിചാരകന്മാരുടെ തീരുമാനത്തിനനുസരിച്ച് ഇവരുടെ ജീവിതം മുൻപോട്ട് പോകും. ഇവർ എത്ര സമയം ജോലി ചെയ്യണം, ഇവർ എത്ര ആഹാരം കഴിക്കണം, ഇവരെവിടെ കിടക്കണം, എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം കൊട്ടാരത്തിലെ കിങ്കരന്മാരുടെ തീരുമാനത്തിനനുസരിച്ച്. അതിന് പിന്നിൽ ചില നിയമങ്ങൾ, ഓ ആമേൻ, ചില നിയമങ്ങൾ നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അല്ലേ സഹോദര? ആ രാജ്യത്തിലെ നിയമം, ചില പോളിസീസ്, ചില നയങ്ങൾ നിങ്ങൾ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ആമേൻ. ചില പോളിസീസ് മാറിയാൽ മാത്രമേ ഇനി ആ രാജ്യത്ത് തുടരുവാൻ കഴിയത്തുള്ളൂ, ഇനി അവിടെ പച്ച പിടിക്കുവാൻ കഴിയത്തുള്ളൂ, അവിടെ നല്ലത് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തതുപോലെ ലഭിക്കത്തുള്ളൂ. അങ്ങനെ ആയിരിക്കുന്നു. ആമേൻ. ചില നിയമങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാനത്തേക്ക് നിൻ്റെ തലമുറകളെ നിന്നെ കർത്താവ് കൊണ്ടു ചെന്ന് എത്തിക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യെസ്, എനിക്കറിയത്തില്ല, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച ആ ദൂത് പറയട്ടെ. നിയമങ്ങൾ ആമേൻ, ഉണ്ടാക്കുന്ന സ്ഥാനത്തേക്ക്, ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സ്ഥാനത്തേക്കല്ല, നടപ്പിലാക്കുന്ന സ്ഥാനത്തേക്കല്ല, നിയമങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാനത്തേക്ക്. ഓ ആമേൻ, കർത്താവ് ചിലരെ കൊണ്ടു ചെന്ന് എത്തിക്കുവാൻ പോകുക. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ മിസ്രയീമിൽ രാജാവിൻ്റെ തൊട്ടടുത്ത സ്ഥാനത്തേക്ക് യോസേഫ് എന്ന ഒരു ബാലകൻ എത്തുകയാണ്, ഒരു ബ്രായൻ എത്തുകയാണ്. ഒരു ബാലകൻ എത്തുകയാണ്. ആമേൻ. ആ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഒരു സീസൺ ചേഞ്ച് ആവുകയാണ്. ആടുകളെ അലഞ്ഞിരുന്ന, അല്ലെങ്കിൽ അതാണ് ഭാവി എന്ന് കരുതിയ ഒരു സീസണ് അറുതി വരുവാൻ പോകുക. നിങ്ങൾ ഇന്നലകളിൽ ചെയ്തുകൊണ്ടിരുന്ന ആ ദാരിദ്ര്യം നിറഞ്ഞ, ഒന്നും മിച്ചം വയ്ക്കുവാനില്ലാത്ത ഒരേ അവസ്ഥ നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും സമ്മാനിക്കുന്ന ആ പാരമ്പര്യത്തിൻ്റെ സീസണെ കർത്താവ് ചേഞ്ച് വരുത്തുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ആടുകളെ മേച്ച് അലയുന്ന സീസണ് ചേഞ്ച് വരുത്തി തീരുമാനങ്ങൾ എടുക്കുന്ന പുതിയൊരു സീസൺ. സ്തോത്രം. അത് ആ തീരുമാനങ്ങൾ എടുക്കുന്ന, അത് ഭവനത്തിനകത്താകട്ടെ, തൊഴിലിടത്തിലാകട്ടെ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വിലയുണ്ടാകുന്ന, അല്ലെങ്കിൽ അവിടെ നടക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്ന നിലവാരത്തിലേക്ക് സീസൺ കർത്താവ് ചേഞ്ച് വരുത്തുക. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇനി നിങ്ങൾ തീരുമാനിക്കും, അതുപോലെ കാര്യം നടക്കും. ബ്രദർ, നിൻ്റെ ഭവനത്തിലെ കാര്യം നീ തീരുമാനിക്കും, അതുപോലെ നടക്കും. പാസ്റ്റർ, മക്കളൊക്കെ എനിക്കൊപ്പം വളർന്നു, ഇനി താനെന്ന് വിളിക്കണമെന്ന്. നീ താനെന്ന് വിളിച്ചാലും മറ്റെന്ത് വിളിച്ചാലും നോ, തീരുമാനം നീ എടുക്കും. നിൻ്റെ മക്കളുടെ തീരുമാനം നീ എടുക്കും. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, പ്രിയ സിസ്റ്റർ, നീ ഒറ്റയ്ക്കാണ്. സിംഗിൾ പേരൻ്റാണ്. ഓ സ്തോത്രം. അതാണ് സങ്കടം. പാസ്റ്റർ, മക്കൾ വളർന്നു, ഇനി എൻ്റെ തീരുമാനത്തിലൊന്നും അവർ നിൽക്കത്തില്ല. നോ, നിനക്കറിയത്തില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഹാഗർ എന്നൊരു സ്ത്രീ, അവളെക്കുറിച്ച് നിനക്കറിയാം, ഹാഗറിനെ കുറിച്ച് അറിയാത്തവളല്ല. പക്ഷേ നീ അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ഹാഗർ ഒറ്റയ്ക്കാണ്. എവിടെയാണ് പാർക്കുന്നത്? മരുഭൂമിയിൽ, ബേർഷേബ മരുഭൂമിയിലാണ് പാർക്കുന്നത്. അവൾ പാർക്കുന്ന സമയത്ത് അവൾക്കൊരു മകനുണ്ട്, ഇസ്മായേൽ.
ഇസ്മായേൽ അമ്മ വളർത്തിയ മകൻ, അപ്പൻ ഉപേക്ഷിച്ച മകൻ. വേണമെങ്കിൽ ചിന്തിക്കാം, അവൻ ലോകപ്രകാരം പിടിക്കപ്പെട്ടു പോകും, ലോകവഴികളിൽ വീണുപോകും, ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകും. നിൻ്റെ ഇഷ്ടത്തിനൊന്നും അവൻ്റെ ജീവിതത്തിൽ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ എല്ലാ കഷ്ടങ്ങളും സഹിച്ച നിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അങ്ങനെ കരയുന്ന ചില മാതാപിതാക്കളുണ്ട്. കേൾക്ക്, ഹാഗർ തൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു തക്ക പങ്കാളിയെ കൊണ്ടുവന്ന് കൊടുത്തതുപോലെ നിൻ്റെ തീരുമാനത്തിനനുസരിച്ച്, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവഹിതപ്രകാരമുള്ള ഭാവി നിൻ്റെ മകൻ്റെ ജീവിതത്തിൽ, നിൻ്റെ മകളുടെ ജീവിതത്തിൽ ഒരുങ്ങുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അവൻ്റെ ഇഷ്ടമല്ല, മറ്റു പലരുടെയും ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം, ദൈവഹിതപ്രകാരമുള്ള ഭാവി നിൻ്റെ മകളുടെ ജീവിതത്തിൽ, നിൻ്റെ മകൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ പോകുക. നീ ഒറ്റയ്ക്കാണ് പാസ്റ്റർ. അവൻ വളർന്നുപോയി, എന്നെക്കാൾ വളർന്നുപോയി, തലയെടുത്തു പോയി. ഇപ്പോൾ അവൻ്റെ മുമ്പിൽ എനിക്ക് തീരുമാനങ്ങളില്ല, അഭിപ്രായങ്ങളില്ല. നോ, വിവാഹം എന്ന കാര്യം നിൻ്റെ തീരുമാനത്തിനനുസരിച്ച് നടക്കും. ആമേൻ, സ്തോത്രം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇത് സത്യമാണോ? എൻ്റെ തീരുമാനത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ നടക്കുമോ? നടക്കും സിസ്റ്റർ, നടക്കും ബ്രദർ, നടക്കും ഫാദർ. ആമേൻ. നിൻ്റെ തീരുമാനത്തിനനുസരിച്ച്. സ്തോത്രം. ഒരിക്കൽ കൂടി ആ ഫാദർ എന്ന വാക്ക് നിങ്ങൾ അടിയെ വരയിട്ട് വെച്ചോ. ഇതെല്ലാവർക്കും ഉള്ളതല്ല. ആ ഒരു ഡെസിഗ്നേഷൻ അലങ്കരിക്കുന്ന ചിലർക്കുള്ളതാണ്. നിൻ്റെ തീരുമാനം പോലെ അവിടെ നടക്കും. ആൾക്കൂട്ടമല്ല, കമ്മിറ്റിക്കാരല്ല. ഇനി നിൻ്റെ തീരുമാനം അതിനകത്ത് നടക്കും. യെസ്, യേശുവിൻ നാമത്തിൽ. നോക്കൂ, ആമേൻ. അതുവരെ ഇവർ മൃഗങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലത്ത് പാർത്തവരാണ്. ആര്? യോസേഫിൻ്റെ അപ്പനും സഹോദരങ്ങളും. ധാരാളം പുല്ലുള്ളിടത്ത്, ആടുമാടുകൾക്ക് നല്ലതുപോലെ മേയുവാൻ കഴിയുന്നിടത്ത് ഇവർ കൂടാരം അടിക്കും. അപ്പോൾ ആടുമാടുകൾക്കാണ് പ്രധാനം. സീസൺ ചേഞ്ച് ആയപ്പോൾ ആടുമാടുകൾക്ക് സൗകര്യമുള്ള സ്ഥലത്തല്ല, അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത്, കൊട്ടാരത്തിനകത്ത് അവർ താമസിക്കുവാനായിട്ട് തുടങ്ങി. സൗകര്യം എന്ന് പറഞ്ഞപ്പോൾ കംഫർട്ടുള്ള സ്ഥലത്ത്. ആടുമാടുകളുടെ കംഫർട്ട് നോക്കിയല്ല, അവരുടെ കംഫർട്ട് നോക്കി അവർ താമസിക്കുവാനായിട്ട് തുടങ്ങി. ആമേൻ. അതുവരെ യാക്കോബിന് മക്കളുണ്ടായി. ഇൻ കേസ് യോസേഫ് അവിടെയായിരുന്നെങ്കിൽ യോസേഫിന് മക്കളുണ്ടായാൽ ആടുകൾക്ക് സൗകര്യപ്പെടുന്നിടത്ത് കിടക്കണം. എന്നാൽ സീസൺ മാറിയപ്പോൾ യോസേഫിൻ്റെ മക്കൾ കൊട്ടാരത്തിൽ പാർത്തു. നിൻ്റെ തലമുറകൾ, ദൂത് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിൻ്റെ തലമുറകൾ നീ കടന്നു വന്ന അതേ സാഹചര്യത്തിലായിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അതേ കണ്ണുനീരിൻ്റെ, നിരാശയുടെ, വേദനയുടെ വഴിത്താരകളിലൂടെ നടന്ന് ജീവിതം തീർക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവം നിൻ്റെ തലമുറകളെ വളർത്തും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ ഞാൻ ആവർത്തിച്ച ആ ദൂത് പറയട്ടെ. നിങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുക. ആമേൻ. നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ നീ വളരാത്ത, നിൻ്റെ അപ്പനും അമ്മയ്ക്ക് നിന്നെ വളർത്തുവാൻ കഴിയാത്ത സ്ഥാനത്ത് നിൻ്റെ തലമുറകളെ നീ വളർത്തും. കൊട്ടാരത്തിൽ യോസേഫിൻ്റെ മക്കൾ വളരുന്നു. ആട്ടിടയനെന്ന അലയുന്ന ആ സീസണ് എൻ്റെ കർത്താവ് അറുതി വരുത്തുന്നു. പച്ചപ്പുള്ളടം തേടി നടക്കുന്ന സീസണ് കർത്താവ് അറുതി വരുത്തി. പച്ചപ്പ് മുഴുവൻ യോസേഫ് ഉള്ളിടത്തേക്ക് എത്തി. സ്തോത്രം. അതൂത് എത്ര പേർക്കത് മനസ്സിലായി? അതുവരെ പച്ചപ്പുള്ളിടം തേടി നടക്കുക. ഇവിടെ പച്ചപ്പുണ്ട്, എവിടെ പച്ചപ്പുണ്ട്, അത് തേടി നടക്കുക. അവിടെ പോയാലോ ഇടയന്മാർ തമ്മിൽ പ്രശ്നമാണ്, നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം. ഇടയന്മാർ തമ്മിൽ പ്രശ്നമാണ്. അവിടെ കിടന്ന് അടി കൂടി വഴക്കുണ്ടാക്കി, എന്നും അത് തന്നെ, എന്നും വഴക്ക്, എന്നും അടി, എന്നും പ്രശ്നം. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമല്ലോ. നോ, മിസ്രൈമിലേക്ക് എത്തുമ്പോൾ സീസൺ മാറുകയാണ്. ആമേൻ. പച്ചപ്പുള്ളതെല്ലാം കൂടെ കൊട്ടാരത്തിലേക്ക് വരിക. യെസ്. സ്തോത്രം. നിൻ്റെ ഭവനത്തിലേക്ക്, നീയുള്ള സ്ഥലത്തേക്ക്, നിൻ്റെ തലമുറകളായിരിക്കുന്നിടത്ത്, നിങ്ങളുള്ള ഇടത്തേക്ക് ആമേൻ, പച്ചപ്പ് വരിക, സമൃദ്ധി വരിക, നന്മ വരിക. നിൻ്റെ വീട് തേടി അനുഗ്രഹങ്ങൾ വരിക. ഇന്നലകളിൽ നീ തേടി നടന്ന അനുഗ്രഹം, ഇന്നലകളിൽ നിൻ്റെ കുടുംബം സ്വപ്നം കണ്ട അനുഗ്രഹം, ആ നന്മകൾ നിൻ്റെ ഭവനത്തിലേക്ക് വരിക. നീ ഉള്ളയിടത്തേക്ക് ആ നന്മ വരിക. അതിന് തക്കവണ്ണം എൻ്റെ ദൈവം സീസണെ ചേഞ്ച് വരുത്തുക. താങ്ക് യു. റെഡിയാണോ? സീസണ് ചേഞ്ച് വരുത്തുന്ന അനുഭവത്തിലേക്ക് മാറുവാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇതങ്ങനെ സംഭവ്യമായി തീരും? അതെ, നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, ശക്തിയേറിയ കൂട്ടായ്മയിലൂടെ, വചന ഉപവാസ പ്രാർത്ഥനയിലൂടെ, നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായ വചനധ്യാനത്തിലൂടെ സാധ്യമാണ്. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. എല്ലാ ദിവസങ്ങളിലും നമുക്ക് ലൈവിൽ ഒരുമിച്ചായിരിക്കുവാൻ കഴിയും. രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ശുഭയാത്ര യേശുവിലൂടെ യേശുവിങ്കിലേക്ക് എന്ന വചന പരമ്പരയിലൂടെ നോട്ട് ചെയ്ത് വെച്ചോ.
വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ലൈവ് സ്ട്രീമുണ്ട്. ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവായി സഭ പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് സ്വാഗതം. വ്യത്യസ്തമായ വചന നിറവിൽ ദൈവത്തെ ആരാധിക്കുവാനും പ്രാപിക്കുവാനും കഴിയുന്ന ഒരു അനുഭവം, ആരാധന അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാനും ആ വിഷയത്തിന് വിടുതൽ പ്രാപിക്കുവാനുള്ള അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീരുവാനും ഒത്തിരി പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും അത് മുഖാന്തരം പിന്നെയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് നിങ്ങളങ്ങനെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കരയുന്ന, നിലവിളിക്കുന്ന, ഇങ്ങനെ ഒരു ഗതികെട്ട ജീവിതം എനിക്കുണ്ടായല്ലോ എന്ന് സങ്കടപ്പെടുന്ന ഈ സീസണ്, ഈ ആഴ്ച അറുതി വരട്ടെ. അപ്പോൾ ഇവർക്ക് വേണ്ടത് ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കുവാൻ ഇടവന്ന സാഹചര്യങ്ങൾ മാറുന്ന പുതിയൊരു സീസൺ ഇവരുടെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ. ജോലിയില്ലാതെ അപ്പോൾ കടം വാങ്ങി തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥയ്ക്ക് അറുതി വരട്ടെ. നല്ല ജോലികൾ ലഭിക്കട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണമേ. ജോലി സ്ഥലങ്ങളിൽ എത്തുമ്പോൾ പല നിലകളിലും ജോലി ചെയ്യുവാൻ കഴിയാതെ ബാധിക്കപ്പെടുന്നവർ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ ബന്ധനം അഴിയട്ടെ, കെട്ടുപൊട്ടട്ടെ. പല രാജ്യങ്ങളിലെത്തിയിട്ടും നല്ല ജോലികൾ ചെയ്യുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ. പല ടെസ്റ്റുകളും എഴുതി മെച്ചപ്പെട്ട ജോലികൾ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് കഴിയാതെ ആയിരിക്കുന്നവർ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ILT, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതി ആയിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ നൽകണം, നല്ല സ്കോർ നൽകണമേ. PR ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. പല ലൈസൻസ് ടെസ്റ്റുകളിൽ ഇവർ പാസ്സാകട്ടെ. മത്സരിച്ച് ഇവരെ പരാജയപ്പെടുത്തുന്നവരുടെ മധ്യത്തിൽ ഇവർ ജയിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ആ രാജ്യങ്ങളുടെ നന്മ ഇവരുടെ ഭവനത്തിലേക്ക് കടന്നു വരട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. തർക്കങ്ങൾ, കലഹങ്ങൾ മാറിപ്പോകട്ടെ. മദ്യവും മയക്കുമരുന്നും കുടുംബങ്ങൾക്കകത്ത് നീങ്ങിപ്പോകട്ടെ. ലഹരികൾക്ക് പിന്നാലെ പായുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. സ്വസ്ഥത വെളിപ്പെടട്ടെ. സമാധാനം വെളിപ്പെടട്ടെ. കടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കടം വാങ്ങുന്ന സീസൺ അറുതി വരട്ടെ. വായ്പ വാങ്ങുന്നവരിൽ നിന്ന് കൊടുക്കുന്നവരായി ഇവർ മാറട്ടെ. കൈനീട്ടി വാങ്ങുന്നവരായി ഇവർ കണ്ടവർ കൈനീട്ടി കൊടുക്കുന്നവരായി ഇവരെ കാണട്ടെ. യേശുവേ, അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ കർത്താവേ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബാങ്ക് നടപടികളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. തലമുറകളുടെ വിദ്യാഭ്യാസവും ഭാവി അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. ഇവർക്ക് മുമ്പിൽ വഴികൾ, വാതിലുകൾ തുറന്നു വരട്ടെ. അടഞ്ഞുപോയ എല്ലാ വഴികളും തുറന്നു വരട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ചെയ്ത ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ചതിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നവർ, കേസുമായി മുൻപോട്ട് പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ, തീർപ്പുകൾ ഉണ്ടാകട്ടെ. കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ കരുതിയുണ്ടാകട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ സീസൺ അറുതി വരട്ടെ. ആരോഗ്യത്തോടെ ഇവരുടെ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്ന പുതിയ സീസണ് തുടക്കമാകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ സീസൺ, കൊയ്ത്തിൻ്റെ പുതിയ സീസൺ തുടങ്ങിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. പ്രാപിക്കേണ്ടത് പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.